ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് കറങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടില്ലേ ഗൈസ്, ഉമ്മയില്ലേ കേക്ക് കൊടുക്കാൻ പോയി. ഉമ്മ അറിഞ്ഞതില്ല, എന്നെ കൊണ്ടുപോയിട്ടാണ് പോണേന്ന്. ഉമ്മ ചതിച്ച് ഗൈസ്. ഉമ്മയും ബ്രോയും കൂടി പോയി ഗൈസ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇന്ന് സങ്കടപ്പെട്ടു. ഇത്രയും കാലത്തിന് ശേഷം ഞാൻ സ്റ്റേജൊക്കെ കാണാൻ കൊതിച്ചിരിക്കാനായിരുന്നു, പക്ഷെ കൊണ്ടുപോയില്ല. ഇതാണ് ഗൈസ് കേക്ക്, ബാപ്റ്റിസ്റ്റ് ആയിരുന്നിട്ടാ ഗൈസ്. പിന്നെ ഈ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനേ ഒന്നത് കൊണ്ടുപോയി ഗൈസ്. വീണ്ടും ഞാൻ ചതിക്കപ്പെട്ടു. പിന്നെ ഉമ്മ അറിഞ്ഞില്ലേ, വൈകുന്നേരം ഐസ്ക്രീം കഴിക്കാൻ കൊണ്ടുപോകാം. പക്ഷെ എന്താണ് സെറ്റോല്ലോ ഓർഡർ ചെയ്ത് ഗൈസ്. ഉമ്മ ഇങ്ങനെ എന്ത് ചെയ്യണം. പിന്നെ ഞാൻ അതൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് ഗൈസ്. കൈ നിറച്ച സാധനങ്ങളായിരുന്നു. ഐസ്ക്രീം നല്ല ഐസ്ക്രീമാണ്, സൂപ്പർ ഐസ്ക്രീം കിട്ടിയപ്പോൾ എല്ലാം എൻ്റെ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറി. നല്ല തണുത്ത ഐസ്ക്രീം, നല്ല കൂളായിട്ടിരുന്ന് കഴിച്ചിട്ട് ഗൈസ്. യമ്മി ആയിരുന്നു കേട്ടോ. ഫൈനലി സൺഡേ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കറങ്ങാൻ പോയിട്ട ഗൈസ്. നോക്കിയപ്പോഴും അമ്പലത്തിൽ നിന്ന് കുറേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇక അവിടെ എടുക്കുന്ന ആളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ ഗൈസ്. പിന്നെ ഞാനും ജ്യൂസ് അടിച്ച ഒരു കടയിൽ കയറിയിട്ട് നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത കൂൾ ഐസ്ക്രീമൊക്കെ കിട്ടിയപ്പോൾ നല്ല ഐസ്ക്രീമല്ല ജ്യൂസ് എന്താ. ഞാൻ കോൾഡ് കോഫി ഓർഡർ ചെയ്ത്. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ചെറുതായിട്ടൊന്ന് പച്ചിച്ച് സാലഡ്. ഞങ്ങൾ ചിക്കൻ സാലഡാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. എന്നിട്ട് ഇതിൽ ലെറ്റൂസ് ഉണ്ടായിരുന്നു. പിന്നെ 5-6 ചിക്കൻ പീസും ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടൊമാറ്റോ കഴിഞ്ഞ്. ഇതാണ് ചിക്കൻ സാലഡ്. ഞങ്ങൾ വീട്ടിൽ നല്ലോണം ഉണ്ടാക്കും ഗൈസ്. സെയിം ദിവസം തന്നെ മഞ്ഞാക്കി തിരിച്ചു വിട്ട് കണ്ടു. അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അതേ ഉള്ളൂ. ബൈ.